മരണഗൃഹം സന്ദർശകരെ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. കോലായിലേക്ക് കയറിയപ്പോൾ മുഖം വിളറിപ്പോയി. തൂണിനരികെ നിൽക്കുന്ന ആൾ ആൽബർട്ട് ഗോമസ് ആയിരുന്നു. ചുളി വീഴാത്ത സ്യൂട്ട് ധരിച്ച് 2 വശവും ചെവിക്ക് മുകളിൽ നരകയറിയ ശിരസ്സുയർത്തിപ്പിടിച്ച് നീണ്ടു നിവർന്നു നിന്നു അയാൾ. സ്വർണ്ണ നിറമുള്ള ഹോൾഡറിൽ ഉറപ്പിച്ചൊരു സിഗരറ്റ് വലിച്ച് പുകയൂതുകയാണ്. ഡാൻസ് ഹാളിൽ നിന്ന് സ്വല്പം കാറ്റ് കിട്ടാൻ പുറത്ത് കടന്നു നിന്ന് വിശ്രമം തേടുന്ന ഒരാളുടെ ഭാവമാണ്. സഹതാപം വരുത്തി മന്ദഹസിച്ചുകൊണ്ട് എന്തോ പറഞ്ഞപ്പോൾ മുഖം കറുത്തുപോയി. ആ സഹതാപമായിരുന്നു ദുസ്സഹം. ഓ, വ്യസനം പങ്കുപറ്റാൻ വന്നിരിക്കുന്നു. അയാൾക്കിന്നൊരു സുദിനമാണ്. സ്വീകരണ മുറിയിൽ കടക്കുമ്പോൾ തലയ്ക്കകത്ത് ഈയൽക്കൂട്ടങ്ങൾ പാറി നടക്കുന്നത് പോലെ അസ്വാസ്ഥ്യം തോന്നി. സെറ്റിയിലും കസേരയിലുമായി 4-5 പേരുണ്ട്. ഒരു മൂലയിൽ നഖം ചവച്ചുകൊണ്ട് ബാബുവും. ഡൈനിങ് റൂമിലെ മേശപ്പുറത്ത് എയർ ബാഗിട്ട് ചെറിയ കിടപ്പറയിൽ കടന്നപ്പോൾ ആദ്യം ഒന്നും വ്യക്തമായില്ല. ശിരസിനകത്ത് കൂടുതൽ ചിറകടികൾ നടക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കട്ടിലിൽ അമ്മ ചുവർചാരി ഇരിക്കുന്നത് പിന്നീട് കണ്ടു. സ്ത്രീകൾ ആരെല്ലാമോ ഉണ്ട് കൂടെ. ആരും ഇളകിയില്ല. വിളറിയ ചിരികൾ എവിടെയെല്ലാമോ കണ്ടു. തണുത്തു നിൽക്കുന്ന അന്തരീക്ഷം ഇളകി. അനിയത്തി കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ണീർ പുരണ്ട് നനഞ്ഞ അവളുടെ മുഖം ചുമലിലമർന്നപ്പോൾ പുറത്ത് തടവിക്കൊണ്ട് നിശബ്ദമായി പറഞ്ഞു, കരയരുത് കുട്ടി, കരയരുത്. സ്ത്രീകളിൽ ചിലർ സംസാരിച്ചു. തന്നോടാണ്. മറുപടി പറയാൻ വാക്കുകൾ വരുന്നില്ല. ബാബുവിൻ്റെ ചുമലിൽ കൈവച്ചു. നടന്നു വന്ന ആരോ പുറത്തുനിന്ന് വിളിച്ചു, വിമല വരൂ. മലയാളത്തിലാണ്. കേട്ടപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നി. മേനോൻ സാബാണ്. നാട്ടിലേക്ക് വിവരമറിയിക്കണോ? അറിഞ്ഞുകൂടാ. അറിയിച്ചിട്ടെന്താ? 5 ദിവസം വേണം ആളെത്താൻ. കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും മിസ്റ്റർ ഗോമസ് എത്തി. എന്താ മേനോൻ സാബ്? അദ്ദേഹം അത് കേട്ടതായി ഭാവിച്ചില്ല. മിസ്സിസ് മേനോൻ അറിയാം അമ്മയുടെ സായാഹ്ന സഞ്ചാരത്തിൻ്റെ രഹസ്യം. മേനോൻ സാബിൻ്റെ ചെവിയിലും അതെത്തിക്കാണും. ഇനി ആരെയെങ്കിലും കാത്തിരിക്കണോ വിമലെ? ആരെ കാത്തിരിക്കാനാണ്? സംസ്കാരം കഴിഞ്ഞ് അവസാനം പിരിഞ്ഞു പോയത് മിസ്റ്റർ ഗോമസ് ആണ്. അയാൾ അമ്മയോട് യാത്ര പറയാൻ മുറിയിൽ കടന്നു വന്നപ്പോൾ അവൾ പുറത്തു കടന്നു. ആശ്വസിപ്പിക്കട്ടെ, സൗകര്യമായി ആശ്വസിപ്പിക്കട്ടെ. പുറത്തെ വരാന്തയിൽ അടുക്കളയിൽ നിന്നുള്ള അഴുക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ചാലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അനിതയും പിന്നിലെത്തി. തൂണിൽ ചങ്ങലക്കിട്ട ഷാഡോ വലിഞ്ഞു നിന്ന് കാലടി മണപ്പിക്കാൻ ശ്രമിച്ചു. പോട്ടെ മിസ് വിമല. ഗോമസിൻ്റെ ശബ്ദം. അവൾ തല താഴ്ത്തുക മാത്രം ചെയ്തു. അനിതയുടെ കലങ്ങിയ കണ്ണുകൾ തൻ്റെ മുഖത്ത് പതിയുന്നത് അറിയുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഗവേഷണത്തിൻ്റെ കെട്ടിടങ്ങൾ, ചിതറിക്കിടക്കുന്ന കുന്നുകൾ. അച്ഛൻ ജോലി ചെയ്തിരുന്ന മുറിയുള്ള കെട്ടിടമാണ് ഏറ്റവും ഉയർന്നു കാണുന്നത്. വർഷങ്ങളായി അച്ഛൻ ഭരിച്ചതാണ് ചുവന്ന മേൽപ്പുരകൾക്ക് താഴെ ആ സാമ്രാജ്യം. രാത്രി അടുത്തെത്തുമ്പോൾ വിഷമം കൂടിക്കൂടി വന്നു. അച്ഛൻ്റെ കിടപ്പുമുറിയിലേക്ക് അന്ന് ആരും കടക്കുകയുണ്ടായില്ല. മേശപ്പുറത്ത് രാത്രിയിലെ ഭക്ഷണം ഒരുക്കി വെച്ച് ബീർ ബഹാദൂർ വന്നു വിളിച്ചു. ആരും ഭക്ഷണം കഴിച്ചില്ല. ചെറിയ കിടപ്പറയിൽ എല്ലാവരും ഒരുമിച്ചാണ് കിടന്നത്. വിളക്കണച്ചിട്ടില്ല. അനിതയുടെ കൈ തന്നെ ചുറ്റിയിട്ടുണ്ട്. ദുഃഖത്തെക്കാളേറെ ഭയമാണ് അവൾക്കുണ്ടായിരുന്നതെന്ന് തോന്നി. ഉറക്കം അകന്നു മാറി കളിക്കുന്ന ഒരു കാളരാത്രിയെ ഭയന്നുകൊണ്ടാണ് വിമല കിടന്നത്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വേഗമുറങ്ങി. മഞ്ഞ് വീണു. എല്ലാം കാണാതാവുന്നു. ഓളങ്ങൾ, നനുത്ത ഓളങ്ങൾ ഓടി നടക്കുന്നു. ഒഴുകി നടക്കുകയാണ്, ഒഴുകുകയല്ല. മുഖപ്പിൽ അരയന്നം ചിറക് വിടർത്തി നിൽക്കുന്ന കളിവെള്ളത്തിൽ സഞ്ചരിക്കുകയാണ്. ആദ്യം ബുദ്ധുവാണ് തോണി തുഴഞ്ഞത്. ബുദ്ധു സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബുദ്ധുവല്ല, ഷേവ് ചെയ്ത് ഇളം പച്ചനിറത്തിൻ്റെ നിഴൽപ്പാട് വീണ മുഖം ബുദ്ധുവിൻ്റെയല്ല. നീല ഞരമ്പുകൾ മുഖത്ത് തുടിക്കുന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി. അരുത്, അങ്ങോട്ട് തുഴയരുത്. കയമാണ്. കയത്തിൽ കാശെറിയണം. കാശിന് അതിലും നല്ല ഉപയോഗമുണ്ട്. അവിടെ ഈശ്വരവിശ്വാസമില്ലാത്തവർ തോണി മുങ്ങി മരിക്കുമെന്നാണ് കേൾവി. മരിക്കാൻ ഭയമുണ്ടോ? പൂത്ത് വിടർന്നു നിൽക്കുകയാണ് ജീവിതം. നോക്കത്തുന്നിടത്തെല്ലാം മരണത്തെപ്പറ്റി ഓർക്കാൻ വയ്യ. ഓളപ്പാളികൾ വട്ടം ചുറ്റുന്ന അഗാധതയുടെ മുകൾ തട്ടിൽ തോണി കറങ്ങുമ്പോഴേക്കും ബുദ്ധുവിൻ്റെ കണ്ണിൽ ഭയമില്ല. ബുദ്ധുവിൻ്റെ മുഖം വീണ്ടും മാറുന്നു. ബുദ്ധുവല്ല, നീല ഞരമ്പുകൾ തുടിക്കുന്ന മുഖം. വട്ടം ചുറ്റുന്ന തോണിയുടെ വക്ക് ആകാശം മുട്ടുന്നു. പൊടുന്നനെ താഴോട്ട്, താഴോട്ട്. ഇപ്പോൾ അമ്മേ, വിമലേ. അമ്മ വിളിച്ചോ? എന്തേ കുട്ടി? ഒന്നുമില്ല. കണ്ണുകൾ പൊടുന്നനെ നനഞ്ഞുപോയി.
അമ്മയെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. വീണ്ടും കണ്ണടച്ചു കിടന്നു. ഉറക്കത്തിൽ ബാബു പല്ല് കടിക്കുന്നു. സ്ഫുടതയില്ലാതെ ശബ്ദങ്ങൾ പുലമ്പുന്നു. അനിതയുടെ കരവലയം മുറുകുന്നു. മുറ്റത്തിൻ്റെ അതിർത്തിയിൽ നിന്നപ്പോൾ ആദ്യത്തെ ബസ് സ്ഥലം വിടുന്നത് കണ്ടു. താഴെ 4-5 പീടികകളുള്ള അങ്ങാടിയുടെ മുൻവശത്താണ് ബസ്സുകൾ വന്ന് നിൽക്കുക. അടുത്ത ബസ് 8:30 മണിക്കാണ്. എയർ ബാഗ് എടുത്ത് പുറത്തിറങ്ങുമ്പോൾ അമ്മ ചോദിച്ചു, നീ എന്താ ഭാവം? ഞാൻ പോകുന്നു. ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും കുറച്ചു ദിവസം ഇവിടെ താമസിച്ചൂടെ? ബാബുവിൻ്റെ ശബ്ദത്തിൽ അമർഷമുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. അടുക്കളയിൽ നിന്ന് പുറത്തു വന്ന ബീർ ബഹദൂർ സഞ്ചിയെടുത്ത് മുന്നിൽ നടന്നു. അവൾ അനിതയുടെ ചുമലിൽ പതുക്കെ തട്ടി പുറത്തിറങ്ങി. ബസ് സ്ഥലം വിട്ടപ്പോൾ മനസ്സിൽ കുളിർമ തോന്നി. തൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ്. തൻ്റേതായ ലോകം. മലകളും മഞ്ഞും തണുപ്പും തടാകവും തേടി വരണ്ട ഭൂമിയിൽ നിന്ന് വന്നെത്തുന്ന സഞ്ചാരികളുടെ കാലൊച്ച കേൾക്കാം. അവിടെ തൻ്റെ ശവകുടീരത്തിന് ചുറ്റും.